ഓർഡർ ഓർഡർ 30 പേരെ ബോംബെറിഞ്ഞു കൊന്ന കേസിലെ പ്രതി ബാബു കുറ്റവാളിയാണെന്ന് പ്രോസിക്യൂഷൻ നിരുപാധികം തെളിയിച്ചിരിക്കുന്ന ഈ സാഹചര്യത്തിൽ പ്രതി ബാബുവിനെ മരണം വരെ തൂക്കിലേറ്റാൻ ഈ കോടതി വിധിക്കുന്നു. അയ്യോ അയ്യോ എന്റെ ബാബുവിനെ തൂക്കിക്കൊല്ലല്ലേ, ബാബുവിനെ തൂക്കിക്കൊല്ലല്ലേ. എന്തോ ബാബുവിനെ തൂക്കിക്കൊല്ല സ്വപ്നം കണ്ട് ഇവിടെ ഒരു 5-6 വർഷം ആയില്ലടാ നമ്മളോട് അവൻ എൻ്റെ ഒരു സഹോദരനെ പോലെ ആയിരുന്നടാ. കരയില്ല ബാബു വരുന്നു. അവസാനമായിട്ട് എനിക്ക് സാറിൻ്റെ അടുത്തൊരു കാര്യം ചോദിക്കാനുണ്ട്. ജീവിക്കാനുള്ള മോഹം കൊണ്ട് ചോദിക്കുക. എന്നെ കൊല്ലാതിരിക്കാൻ പറ്റുമെന്നല്ലേ? എങ്ങനെ മനസ്സിലായി? ഇതൊക്കെ നമ്മൾ എത്ര കണ്ടിരിക്കുന്നടാ ബാബു. അതൊന്നും നീ പേടിക്കണ്ട. എൻ്റെ മാക്സിമം ഞാൻ നോക്കിയിട്ടുണ്ട്. പക്ഷേ ഹൈക്കോടതിയുടെ അവസാന ഹർജിയും ഇന്നലെ തള്ളി. ഒരു സിഗരറ്റ് തരും വലിക്കാൻ. സിഗരറ്റൊക്കെ തരാം, ഇതൊരു ശീലമാക്കല്ലേ. ഈ നാളെ വെളുപ്പിന് 5:30 മണിക്ക് തൂക്കിക്കൊള്ളുന്ന എൻ്റെ അടുത്ത് ശീലമാക്കല്ലെന്ന് എന്ത് മണ്ടം പോലീസറെ ഇതൊക്കെ. വേറെ എയർ ബാഗ് മാത്രമേ ഉള്ളൂ, ഒരു ബുദ്ധിയില്ലാതെ പറഞ്ഞിട്ട് പോയി. എൻ്റെ 3 മക്കളെ കാര്യം ആലോചിക്കുമ്പോൾ ഒരു ഭയങ്കര ടെൻഷനടേ. എത്ര മക്കള്? 3 മക്കള്. നിങ്ങള് കല്യാണം കഴിഞ്ഞിട്ട് എത്ര വർഷമായി? കല്യാണം കഴിഞ്ഞിട്ട് 5 വർഷമായി. ഈ ജയിലിൽ വന്നിട്ട് 4 വർഷം. മക്കള് ഇതൊക്കെ എങ്ങനെ ഇതെപ്പോഴേ? പിന്നെ വർഷം കാണാനാ വരവള് കയറുന്നത്. മരവള്ളി പോയി ഒരു കരവണ്ണുള്ള ടീമായി ഇപ്പം വീട്ടിൽ പറഞ്ഞത് കേട്ടെ. അല്ല മേശ്രീ, ഞാൻ ഇത്ര നാൾ കിടക്കുന്നുണ്ടെങ്കിലും എനിക്കൊരു സംശയം. എന്താ സംശയം? എന്ത് കുറ്റത്തിനാണ് മേശ്രീ തൂക്കിക്കൊല്ലുന്നത്? അത് ചോദിക്ക്. എടാ ഇപ്പോഴത്തെ കാലത്ത് ഒരു ഉപകാരം ചെയ്യാൻ പാടില്ല. ഞാൻ ഒരു ദിവസം റെയിൽവേ ട്രാക്കിൽ കൂടി ഇങ്ങനെ നടന്നു വരികയാണ്. ഞാൻ ഇങ്ങനെ നടന്നു വന്നപ്പോൾ റെയിൽവേ ട്രാക്കിൽ ആരോ ബോംബ് വെച്ചിരിക്കുകയാണ്. ബോംബ് 1500 പേരെയും കൊണ്ട് ട്രെയിൻ ഇങ്ങനെ പാസ് ചെയ്ത് വരികയാണ്. പെട്ടെന്ന് എനിക്ക് ഒരു അറിയാലോ ആ ടെൻഷൻ. ഞാൻ ഓടി വന്ന് ഈ ബോംബ് എടുത്തിട്ട് സകല ആരോഗ്യം കയ്യിലേക്ക് ഒരൊറ്റ ഏറി. അങ്ങനെ 1500 പേരെ രക്ഷിച്ചാതെ. ഇത്രയും നല്ല പുണ്യ പ്രവൃത്തി ചെയ്തതിനാണ് അന്ന് തൂക്കി. അതാണ്. എന്നിട്ട് ഇങ്ങനെ എറിഞ്ഞ ബോംബ് എവിടെ പോയെന്ന് കേള്. അല്ല, ആ ബോംബ് എവിടെ പോയി? അത് ഏത് രാഷ്ട്രീയ പാർട്ടിയിലാണെന്ന് അറിഞ്ഞൂടാ. ഒരു 2000 പേരടങ്ങുന്ന ഒരു ജാഥ വരികയായിരുന്നു. അതിൻ്റെ ഇടയിൽ ചെന്ന് വീഴുന്ന് പൊട്ടി 30 പേര് സ്പോട്ടിൽ തീർന്നു. അല്ല, നമ്മളിവിടുത്തെ പോലീസുകാരെല്ലാം മട്ടന്മാരാ. ഈ സ്പോട്ടിൽ തന്നെ തൂക്കല്ലായിരുന്നു. അയ്യോ, ഞാൻ വേറൊരു കാര്യം പറയട്ടെ. എന്താണ്? എന്ത് വന്നാലും അണ്ണനെ നാളെ തൂക്കിക്കൊല്ലും. ഇത് കഴിഞ്ഞാൽ അണ്ണൻ സ്വർഗത്തിൽ പോവല്ലേ? സ്വർഗത്തിൽ? സ്വർഗത്തിൽ പോകുമ്പോൾ എനിക്കൊരു സഹായം ചെയ്യണം. എന്ത് സഹായം? എൻ്റെ ഒരു മാമൻ്റെ മോൻ ഷിബു പി അവിടെ സ്വർഗത്തിലുണ്ട്. അപ്പം പുള്ളി എൻ്റെ കൊച്ചിൻ്റെ പേരളി ചടങ്ങിന് നാട്ടിലില്ലേന്ന്. അതിന് മുമ്പേ അങ്ങ് സ്വർഗത്തിൽ പോയി. അപ്പോൾ കൊച്ചിൻ്റെ പേരറിഞ്ഞോളൂ, ഒന്ന് പറഞ്ഞു കൊടുക്കണം. അവൻ എന്തായിരുന്നു നാട്ടിൽ പണി? നാട്ടിൽ ചെറിയ ജോലിയായിരുന്നു. കശാപ്പ് ശാലയിൽ ആടിനെ മാടിനെയൊക്കെ കൂടം കൊണ്ട് തലക്കടിച്ച് കൊല്ലുന്ന ജോലിയായിരുന്നു. അപ്പോൾ ഉറപ്പായിട്ടും അവിടെ സ്വർഗത്തിൽ കാണും. പിന്നെ എന്റെ ഊഹം ശരിയാണെങ്കിൽ അവർ റിസപ്ഷനിൽ തന്നെ കാണാൻ. തീർച്ചയായിട്ടും. എന്നാ പിന്നാണ് എളുപ്പമായിരിക്കും. ചെന്ന് കയറി ഉടനെ പേരങ്ങ് പറഞ്ഞു കൊടുക്കാമല്ലോ. ഒരു കാര്യം ചെയ്യാം. പേര് ഞാൻ പറയാം. എന്താ പേരെന്ന് പറഞ്ഞ്? കങ്കോറോ. ഒരു കത്തിയെടുത്ത് കാക്കറോ. ഇന്നൊരു ദിവസം കൂടെ ഇല്ലല്ലോ സാർ. അപ്പൊ ഒരു എല്ലാരും കൂടെ ചെറിയ പോയി അവിടെ പോയി അടുക്കളയിൽ പോയി ജോലിയൊക്കെ ചെയ്യും. ജോലിയൊന്നും ചെയ്യാൻ പറ്റില്ല ഇന്നത്തെ ദിവസം. ഞാൻ എല്ലാരെയും കണ്ടെന്ന് യാത്രയൊക്കെ പറഞ്ഞ് സങ്കടം സാറേ. എനിക്ക് സങ്കടമൊന്നുമില്ല. പോയി സാറേ. എന്തോന്നടാ? എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല. ഞാൻ വല്ല മുണ്ടിയോ മുടവനാണോ? ഒന്നുമല്ല. നല്ല നടത്തല്ലേ? സൂപ്പർ നടത്താം. എന്നാ പിന്നെ എന്നെ നല്ല നടപ്പിന് പുറത്ത് വിട്ടുകൂടെ? അവനെ തൂക്കണോ നിന്നെ തൂക്കണോ? ആഴ്ച പണ്ടത്തെ മറ്റേ ജലദേവതയുടെ കഥയില്ലേ, അതിലെ മരംപെട്ടുകാരെ ദാമു ഒന്നിരിക്കണം. എടാ ദാമു അല്ല, അതാണ് ആരാച്ചാര്. ആരാച്ചാർ? ഇതാണ് 40 ദിവസം വ്രതം. ആവണക്കെണ്ണയിൽ തേച്ച കയറ് ഇത് അവന്റെ കഴുത്തിൽ കുരുക്കി അവൻ പെടഞ്ഞു മരിക്കുന്നത് എനിക്ക് കാണണം. ബാബുടാ, ബാബു ഒന്ന് വേടാ. ചാരാന്ന്. എടാ ആരാ ചാരെന്ന്? ആഹാ, അങ്ങനെ മനസ്സിലായി? എനിക്ക് മനസ്സിലായില്ല. മനസ്സിലായില്ലേ? ഇല്ല, മനസ്സിലായില്ല. എടാ നിന്റെ അച്ഛന്റെ പഴയ കൂട്ടുകാര് കൊച്ചിലോ നിന്നെ എത്ര പ്രാവശ്യം ഞാൻ എടുത്തോണ്ട് നടന്നിട്ടുണ്ടെന്നറിയാം സാറേ. എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും അറിയാവുന്നുള്ളടത്തന്നെ തൂക്കിക്കൊല്ലാൻ പോകുന്നത്. ആരെന്ന് പറഞ്ഞു? അച്ഛൻ്റെ ഫ്രണ്ട്. മിക്കവാറും തന്നെ തൂക്കി കൊല്ലും. എന്നെ തൂക്കിക്കൊല്ലാം പോട്ടറാ, ഒറ്റ അടിക്ക് അങ്ങ് തൂക്കിച്ചാലോ. പക്ഷെ ഒരു കേസ് ഇതൊക്കെ ഉണ്ടല്ല, ഇവിടെ കിടന്ന് നരകിച്ച് പൂഴ്ത്ത് അരിച്ച ചാവത്തുള്ളൂ. സാറാ പറഞ്ഞു കേട്ടാ, പ്രാവ്യ വലിക്കും. ഇതൊക്കെ അവന്മാർ പലതും പറയും. ഇതൊക്കെ നമ്മൾ എത്ര കണ്ടിരിക്കണം. നീ നിന്റെ ജോലി ചെല്ലി. ഇപ്പൊ തൂക്കിക്കൊല്ലാൻ പറ്റുമോ? പിന്നെന്ത് ധൈര്യമായിട്ട് പിന്നെ എവിടെ നിന്ന് വരുന്നു സാർ? സാർ ബാബുവിനെ കാണാൻ ബാബുവിന്റെ ഭാര്യയൊക്കെ വന്നിട്ടുണ്ട് സാർ. വരാൻ പറ. സാറേ
ഞങ്ങൾ ജീവിച്ച് കൊതി തീർന്നില്ല സാറേ. ഈ മനുഷ്യന് ഞാനും ഒരുമിച്ചിരുന്ന സാറേ എല്ലാ സ്ഥലങ്ങളിലും പോകുന്നത്, ആഹാരം കഴിക്കുന്നത്. അതുകൊണ്ട് ഒരു ഉരുളച്ചോറ്. പാവം സാർ. ഇങ്ങോട്ട് കൊണ്ടുപോണത്? ഇവിടെ മനുഷ്യൻ വിശന്ന് കൂമ്പ് കത്തിയിരിക്കുകയാണ്. ഇങ്ങോട്ട് താ. അപ്പൊ എനിക്കാ കഴിക്ക് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ. ഇല്ല. പിന്നെ അയ്യോ എന്റെ പൊന്ന് സാറേ, എനിക്കൊരാഗ്രഹം കൂടെ ഉണ്ട്. ഇനി ആഗ്രഹമോ? പറഞ്ഞോട്ടാ. പറഞ്ഞു. സാറേ, ഈ മനുഷ്യൻ ഇന്ന് വരെ എന്റെ കഴുത്തിൽ താലി കിട്ടിയിട്ടില്ല. താലി കിട്ടിയിട്ടില്ല സാറേ. ഞാൻ നമ്മൾ ഒളിച്ചോടിയാണ് കല്യാണം കഴിഞ്ഞത്. ഒളിച്ചോടുന്നതാണ് ഞാൻ. മനസ്സിലായി. സംഭവം ഈ ആദ്യത്തെ വർഷം കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഇങ്ങോട്ട് വന്നല്ലോ. ആ. പിന്നെ ഈ തിരക്കിന്റെ ഇടയിൽ താലി കെട്ട നിയമപരമായിട്ട് താലി കെട്ടാൻ അത് സാധിച്ചില്ല. അതാണ്. നീ ആ ഒരു ആഗ്രഹം ബാക്കി വെച്ചിട്ട് നീ പോണ്ട. അതെ. നടക്കട്ടെ. ശരി സാറേ. അല്ല സാറേ, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ താലി കെട്ടെന്നൊക്കെ പറയുമ്പോഴേ ഒരു കൊട്ടും മേളവും ശബ്ദമൊന്നും ഇല്ലാതെയൊക്കെ എങ്ങനെയാണ് സാറേ? അതാണ്. അതിനൊക്കെ ഇവിടെ പോലീസ് ഓർക്കസ്ട്ര ടീമുണ്ട്. പിന്നെ അങ്ങനെ റെഡിയല്ലേ? അപ്പൊ കൊട്ടുമേളം നടക്കട്ടെ. അണ്ണൻ കെട്ടണ്ണ കൊട്ടണം വേണം. സിന്ധു, പണ്ടുള്ളവർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, മരിക്കുന്ന എല്ലാവരും ആകാശത്ത് നക്ഷത്രങ്ങളായിട്ട് വരുമെന്ന്. അങ്ങനെ നോക്കുകയാണെങ്കിൽ നാളെ ഞാനും നക്ഷത്രമായിട്ട് മുകളിൽ വരും. ആ സമയത്ത് നീ നമ്മുടെ 3 പിള്ളേരെയും കൂടി പുറത്തു കൊണ്ടുവന്നിട്ട് ആകാശത്തേക്ക് നോക്കിയിട്ട് ആ നക്ഷത്രത്തെ ചൂണ്ടി പറയണം, മക്കളെ, ആ മിന്നിത്തിളങ്ങുന്നതാണ് നിങ്ങളുടെ അച്ഛനെന്ന്. ആര് പറയണം? നീ പറയണം. ആരോട് പറയണം? നമ്മളെ മക്കളടുത്ത് പറയണം. അതങ്ങനെ ശരിയാവും? അതെന്ത് ശരിയാവാത്തത്? അതെങ്ങനെ ശരിയാവും? അത് അവൻ പറഞ്ഞ കറക്റ്റ് അല്ലേ? നാളെ ആകുമ്പോ ഒന്ന് കൊണ്ട് പിള്ളേരെ കാണിച്ചു കൊടുക്കണം, അതാണ് അച്ഛനെന്ന് പറഞ്ഞിട്ട്. അത് ശരിയാവില്ല സാറേ. അത് ശരിയാവാത്തത്? സാറേ, ഭർത്താവ് ഇതൊക്കെ തന്നെയാ, പക്ഷെ എൻ്റെ മക്കളുടെ അച്ഛൻ ഈ നിൽക്കുന്ന സല്ലണ്ണനാ. അപ്പൊ പിന്നെ 3 മക്കളും? 3 മക്കളുടെ അച്ഛൻ സല്ലണ്ണൻ തന്നാ സാറേ. പറ്റിക്കാൻ വേണ്ടി പറഞ്ഞാണ് സാറേ. പറ്റിക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും ഇങ്ങനെയൊന്നും പറയില്ലെന്നൊന്നും പറ സാർ. അല്ല, ഞാൻ ഒരു കാര്യം ചോദിച്ചു, പിന്നെ ഇവനെ കൊണ്ട് താലി കെട്ടിച്ചെന്തിനാണ് നീ? അത് മറ്റൊന്നുമല്ല സാറേ, സല്ലണ്ണന് 2ാം കെട്ടേ വാഴുള്ളൂ. സാറേ, ഇവിടുത്തെ പോവാൻ പറ സാറേ. ഓടറാ. ഇവിടുത്തെ പോവാൻ പറ സാറേ. എനിക്ക് ശരിയാവത്തില്ല. പോവാൻ പറ. അതാണ്. അവനെ വിളിച്ചോണ്ട് പോവാൻ പറ. വിളിച്ചോണ്ട് പോ നീ. പിന്നെ എന്നെ അടങ്ങുന്നില്ലേ? നീ അടങ്ങുന്നില്ലേ? നിന്നെ പരിശോധിക്കാനുള്ള ഡോക്ടർ വരുന്നത്. നീ അടങ്ങുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഓക്കെ. എന്നെ പരിശോധിക്കല്ലേ. ഇളം വയ്ക്കല്ലേ. ആ, ഓക്കെ. ഹലോ, ജയിലാണ്. ഓ ഓക്കെ 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 ഓക്കെ. ഓക്കെ ഓക്കെ. ശ്വാസം എടുക്ക്. ശ്വാസം ആഞ്ഞു വലിക്ക്. ആശ്വാസം ഉണ്ടോ? ഉണ്ട്. ആ, ഓക്കെ. എല്ലാം റെഡിയാണ്. അല്ല, ബാബു ഫിറ്റാണോ? ബാബു ഫിറ്റാണ്, കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല. ഓക്കെ ബാബു, എന്തായാലും ഇപ്പോ ശാരീരികമോ മാനസികമായിട്ട് ബാബു തയ്യാറെടുത്ത് കഴിഞ്ഞു. ഓക്കെ ഓക്കെ. നമ്മുടെ ജയിലിലെ ഒരു ചട്ടം അനുസരിച്ച് എന്തെങ്കിലും അവസാനത്തെ ആഗ്രഹം ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാൽ ഞങ്ങൾ നടത്തിത്തരാം. എനിക്ക് എൻ്റെ അമ്മയൊന്ന് സംഭവം ഓർമ്മ വരുന്നു സാറേ. എനിക്ക് അമ്മ പാടി ഏതെങ്കിലും ഒരു താരാട്ട് പാട്ട് കേട്ടാൽ കൊള്ളാമെന്നുണ്ട്. നമ്മുടെ ബാബുവിനൊരു താരാട്ട് പാട്ട് വെച്ചോറാ. ഞാൻ പാടാം സാറേ, ഞാൻ പാടാം. ബാബുണ്ണ പാ. ബാബുനെ വിളിടാ, സമയടാ. ബാബുനെ വിളി. ബാബു വിളിടാ. ബാബു ബാബു ഡേ, ബാബു എടുക്ക്. ഇനി എന്തൊക്കെ നമ്പർ കാണിച്ചാലും നിന്നെ കറക്റ്റ് സമയത്ത് ഞങ്ങൾ തൂക്കും. ഏറ്റില്ല. അപ്പൊ ആ നമ്പർ ഏറ്റില്ല. അപ്പൊ ഞാൻ പോയി കുളിച്ചിട്ട് വരാം സാർ. സാറേ, സാറേ, ഓ, അവിടെ എല്ലാം റെഡിയാക്കിട്ട്, തൂക്കാനുള്ള കയറൊക്കെ റെഡിയാക്കിട്ട് അവിടെ വിളി. സ്ട്രോങ് അല്ലേ? സംശയമുണ്ടാ? സാർ വന്ന് തൂങ്ങി നോക്കാം. അതല്ലെന്ന്, പിന്നെ എട്ടൊക്കെ മുറുകി സ്ട്രോങ് ആയിരിക്കല്ലേ? സൂപ്പറായിട്ടുണ്ട്. അവൻ കുളിക്കാൻ പോയിരിക്കണം. ഇപ്പൊ വരും. ഇപ്പൊ ഒരു സമയമില്ലല്ലോ സാറേ. സാർ
ബാബു ജയിലിൽ ചാടി ബാബു ജയിലിലാടി ബാബു ജയിലിൽ ചാടി എങ്ങനെയാടാ സാറേ അവനെ കുളിപ്പിക്കാൻ കൊണ്ടുവന്ന സമയത്ത് ആ. അവന് മാങ്ങ തിന്നോന്ന് പറഞ്ഞു ആ. അങ്ങനെ ഞാൻ മാങ്ങ പറിക്കാൻ വേണ്ടി ഒരു തോട്ടം എടുത്ത് ഒരു മുളം തോട്ടം എടുത്ത് കയ്യിൽ കൊടുത്ത് ആ മുളം തോട്ടം കുത്തി മതിൽ ചാടി തകർന്നു കളഞ്ഞു സാറേ. എടാ ഇനി പോയി നോക്കിക്കൊണ്ടിരിക്കാ പോയി നോക്കടാ പോടാ ഇവരെ കൈ തൂക്കിക്കൊല്ലാൻ പറ്റാത്ത അവസ്ഥയാണ്. സാർ കിട്ടി സാർ കിട്ടി സാർ. എവിടെ നിന്നാ കിട്ടിയത്? സാറേ അവൻ മതിൽ ചാടിയില്ലേ ആ. അപ്പോഴത്തെ അവിടെ നൈറ്റ് ഡ്യൂട്ടിക്കുന്ന പോലീസുകാരില്ലേ അവര് കയ്യോടെ പിടിച്ച് ഞേപ്പിച്ചു സാറേ. സാർ, ആ, ശരി. ഒരു ഫാക്സ് ഉണ്ട്. ആ. സാറേ അടുത്ത മതിലാണ് വേണം തൂക്കിക്കൊല്ലട്ടാ. എടാ, ഒരു മിനിറ്റ്. എടാ ബാബു കോളടിച്ചല്ലടാ. പ്രസിഡന്റ് ഓഫ് ഇന്ത്യയുടെ പ്രത്യേക ഉത്തരവ് മനഃപൂർവ്വമല്ലാത്ത നരഹത്യ ആയതുകൊണ്ട് നിന്നെ ഈ കേസിൽ നിന്ന് നിരവാധികം വിട്ടയച്ചു. അല്ല എന്നെ വെറുതെ വിട്ടു. ഇനി ഞാൻ അതൊക്കെ ഓക്കെ. പക്ഷെ ഈ അവസാന നിമിഷം നീ ജയിലിൽ ചാടിയില്ലേ, അതിനൊരു 8 വർഷമെങ്കിലും കുറഞ്ഞാൽ നീ ഇതിന്റെ അകത്ത് കിടക്കേണ്ടി വരും. അത്രേ ഉള്ളൂ.